ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻ്റർനാഷണൽ കോൺസെർട്ട് നടക്കുകയാണ്. സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ഒരു സിറിയൻ കുട്ടിയുടെ ഡാൻസാണ്. പല രാജ്യത്തു നിന്നുള്ളവർ അവതരിപ്പിച്ച വേറെയും ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞാനും ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോസും മറ്റും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇനി മാർച്ച് മാസത്തിൽ ഇതുപോലെ തന്നെ വേറൊരു ഇൻ്റർനാഷണൽ കോൺസെർട്ട് കൂടി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇത് ബംഗ്ലാദേശി സ്റ്റുഡൻസ് അവരുടെ രാജ്യത്തെപ്പറ്റി പാടിയ ഒരു മനോഹരമായ സോങ് ആണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി ബംഗ്ലാദേശി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സ്കോളർഷിപ്പ് സ്റ്റുഡൻസ് അല്ല, മജോറിറ്റി സ്റ്റുഡൻസും ക്യാഷ് കൊടുത്ത് പഠിക്കുന്ന കോൺട്രാക്റ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരിൽ 5 പേര് ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഏകദേശം 10ഓളം ബംഗ്ലാദേശി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, ഇവർ കുറച്ചുകൂടി ആക്റ്റീവാണ്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഒരു കോൺസേർട്ടിലാണെങ്കിലും ഇവർ ഭംഗിയായിട്ട് തന്നെ വേറൊരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസ് ഈ യൂണിവേഴ്സിറ്റിയിൽ വളരെ കുറവാണ്. ഞാനടക്കം ആകെ 3 ഇന്ത്യക്കാരെ മാത്രമാണ് എനിക്ക് പരിചയമുള്ളത്. സോ ഇനി ഇവരുടെ പാട്ട് കേൾക്കാം. അവരുടെ സോങ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട് സൈഫും കൂടി വന്ദേമാതരം പാടിയതാണ്. ഞാനതിൻ്റെ ഓഡിയോ ഇവിടെ കൊടുക്കുന്നില്ല. സൈഫ് ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. ഈ ഹാഫ് സാരിയും മുണ്ടും എല്ലാം ഇവിടുത്തെ മലയാളികൾ വഴി ഞാൻ തന്നെ സംഘടിപ്പിച്ചതാണ്. AR റഹ്മാൻ പാടിയ അതേ വന്ദേമാതരമാണ് ഞങ്ങളും പാടിയത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എല്ലാം സൈഫ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമുക്കിവിടെ വീഡിയോ, മ്യൂസിക് ഇതെല്ലാം നേരത്തെ തന്നെ കൊടുക്കണം, എങ്കിലാണ് അവർ നമ്മളെ പ്രോഗ്രാം നടത്താനായിട്ട് അനുവദിക്കുകയുള്ളൂ. ഇതൊരു ഇൻ്റർനാഷണൽ കോൺസേർട്ടായിരുന്നു. ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇവർ വീഡിയോയും മ്യൂസിക്കും മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് പറഞ്ഞത്. ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ മോസ്കോയിൽ വന്നിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. സേഫ് ആണെങ്കിലും കുറച്ച് ടെൻഷനിലായിരുന്നു, കാരണം ഇത് ഞങ്ങൾ 2 പേരും ആദ്യമായിട്ടാണ് സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇവിടെ. അങ്ങനെ കോൺസേർട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എൻ്റെ ക്ലാസ് ടീച്ചറാണെങ്കിലും പ്രോഗ്രാമൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ കൺട്രീനെയും കൾച്ചറിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പ്രോഗ്രാം, അതേപോലെ തന്നെ വസ്ത്രധാരണം, ഇതെല്ലാം ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.